സ്മോക്കിംഗ് ഇഞ്ചുറീസ് ആണോ? ഞാൻ ജനിച്ചു വന്ന കാലത്ത് മെയ്ഡ് ഫോർ ഈച്ച് അതർ, വിൽസിന്റെ പരസ്യം, ബി എ മാൻ, സ്മോക്ക് ചാർമിന, ഇതിന്റെ പരസ്യം ഞാൻ കണ്ടിട്ടുണ്ട്. അത് കണ്ടുകൊള്ളുന്നത് ചെറുപ്പക്കാർ സിഗരറ്റ് അല്ലാതെ പിന്നെ ഓലമടൽ വലിക്കോ? എന്നിട്ട് ഇതൊക്കെ ചെറുപ്പക്കാരാ തുടങ്ങിയെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ സമ്മതിക്കും? ഇതൊക്കെ കാശ് എണ്ണി വാങ്ങിയവരുണ്ട് വലിക്കാണ്. ഒരു സാധനം ചെയ്യരുതെന്ന് പറഞ്ഞു കഴിഞ്ഞാലാണ് അത് ചെയ്യാൻ പിന്നെയും തോന്നും. അത് അഡിക്റ്റഡ് ആവാൻ ഇവിടെ എല്ലാവരും അത്യാവശ്യം. എനിക്ക് ആക്സിഡന്റ് എന്ന് പറഞ്ഞു, അച്ഛൻ ബാക്കിയുള്ളവരോട് അച്ഛൻ മരിക്കുക അല്ലെങ്കിൽ അമ്മ മരിക്കുക എന്ന് പറയുന്നത് എനിക്കൊരു വെറും വാർത്തയായിരുന്നു. ടി വിയിൽ കണ്ട ന്യൂസ് മാത്രമായിരുന്നു. അതിലൂടെ കടന്നു പോകുമ്പോൾ ഞാൻ ശരിക്കും യഥാർത്ഥത്തിൽ കരഞ്ഞു പോയിരുന്നു. റോഡിൽ നിന്നിട്ട് ആരെങ്കിലും വന്ന് ഹെൽപ്പ് ചെയ്യണേ, ആരെങ്കിലും ഞങ്ങൾ ഹോസ്പിറ്റലിൽ എത്തിക്കണേ. നമുക്ക് ഇപ്പോഴും ടെംപ്റ്റേഷൻസ് ഇടയ്ക്ക് ഉണ്ടാവുമെങ്കിലും ഇപ്പൊ അത് ഞാൻ ഒന്നും ഉപയോഗിക്കാതെ ഇന്നത്തെ ദിവസവും കടന്നുപോയി എന്ന് പറയുന്ന ഒരു ട്രിപ്പിലാ. നമ്മളാണ് പ്രശ്നമെന്ന് നമ്മളാണ്ട് അംഗീകരിക്കുക, എന്നാലേ നമുക്ക് ഇന്ന് പുറത്തു കിടക്കാൻ പറ്റുള്ളൂ. നമ്മൾക്കെല്ലാം ഇത് ഓവർകം ചെയ്യാൻ പറ്റുന്നത് എന്തുകൊണ്ടാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളുടെ ഏറ്റവും ബേസിക് ലഹരി സിനിമയാണ്.